കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പൂര വിളംബരവുമായി എറണാകുളം ശിവകുമാർ ഉടനെ തന്നെ തെക്കേ നട തള്ളി തുറന്ന് ഇവിടെ എത്തും. തെക്കേ നടയിലെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നടയിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. സെക്യൂരിറ്റി ജീവനക്കാരും പോലീസുകാരും കുറച്ച് ഭക്തന്മാരും മാത്രമേ ഇവിടെയുള്ളൂ. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഒരു ജനസാഗരമായി മാറുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂർ പൂരത്തിന് വേദിയായ വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ കവാടത്തിൽ നെയ്തലക്കാവിലമ്മയുടെ വിഗ്രഹം ആനയിച്ച് എറണാകുളം ശിവകുമാർ ഉടനെ തന്നെ എത്തിച്ചേരും. നിമിഷങ്ങൾ കൊണ്ട് തന്നെ തേക്കിൻകാട് മൈതാനം പുരുഷാരവത്താൽ നിറഞ്ഞിരിക്കുന്നു. എങ്ങും നിറയെ ആളുകളാണ്. നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകൾ. തൃശ്ശൂരുകാരുടെ ഒരു പൊതുവികാരമാണ് തൃശ്ശൂർ പൂരം. പൂരം കാണുവാനായി നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിളംബരവുമായി നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമേറ്റി ശിവകുമാർ തെക്കേ നട തള്ളിത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 3 വട്ടം ആകാശത്തേക്ക് തുമ്പിക്കൈ ഉയർത്തിക്കാട്ടി പൂര വിളംബരം അറിയിക്കുന്ന ചടങ്ങാണ് അടുത്തതായി കാണാൻ പോകുന്നത്. 1796 ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിക്കുന്നത്. നിലവിൽ പൂരം ആരംഭിച്ചിട്ട് 228 വർഷമായി. പൂരം തുടങ്ങിയ അതേ നാൾ മുതലുള്ള അതേ ആവശ്യത്തോടു കൂടി തന്നെയാണ് 228 വർഷങ്ങൾക്ക് ശേഷവും കേരളമൊട്ടാകെയുള്ള ജനങ്ങൾ, പൂരപ്രേമികൾ ഈ പൂരം ആഘോഷിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പൂരനഗരി അതിൻ്റെ ആവേശത്തിൻ്റെ പരകോടിയിലെത്തിയിരിക്കുന്നു. എങ്ങും ആരവങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ചെറുപ്പക്കാരും എല്ലാവരും ഒരേ ആവേശത്തോടുകൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമേറ്റി ജനമധ്യത്തിലേക്ക് എറണാകുളം ശിവകുമാർ ഇറങ്ങിയിരിക്കുന്നു. ആളുകളെല്ലാവരും ആവേശത്തുണ്ടുപ്പിലാണ്. മൊബൈൽ ഫോണുകളിലും ക്യാമറകളിലും മറ്റും ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു.
തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമാണ് പൂരം വെടിക്കെട്ട്. വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കിഴക്കേ നടയിൽ വളരെ കുറച്ച് ആളുകളെ ഇപ്പോഴുള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ ഇവയാണ്. പുലർച്ചെ കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ സമയത്താണ് പൂരം ആരംഭിക്കുന്നത്. തുടർന്ന് മറ്റ് 6 ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പ് നടക്കും. തിമില, മദ്ദളം, കാഹളം, കൈത്താളം, ഇടയ്ക്ക തുടങ്ങിയ വാദ്യങ്ങളുമായി 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യമേളമായ മടത്തിൽ വരവ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പരിപാടികളിലൊന്നാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് ആരംഭിക്കുന്ന ഇലഞ്ഞിത്തറ മേളം പൂരത്തിൻ്റെ പ്രധാന ഒരു ആകർഷണങ്ങളിലൊന്നാണ്. പൂരം അവസാനിച്ച് ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം പാറമേക്കാവ്, തിരുവമ്പാടി സംഘങ്ങൾ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തെക്കേ ഗോപുരത്തിലൂടെ പുറത്തേക്ക് വന്ന് ദൂരസ്ഥലങ്ങളിൽ മുഖാമുഖം അണിനിരക്കും. മേളത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുകൂട്ടരും പൂരത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കുടമാറ്റം എന്ന ചടങ്ങ് നടത്തും. പിന്നീട് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിനടുത്തുള്ള നിലപാട് തറയിൽ എല്ലാ പൂരങ്ങളും സമാപിക്കും. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങാണ് വെടിക്കെട്ട്. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തേക്കിൻകാട് മൈതാനത്താണ് ഈ അത്ഭുതകരമായ കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് എന്നിവയാണ് ഈ പരിപാടിയിൽ മുഖ്യ പങ്കാളികൾ. 7-ാം ദിവസം അതിരാവിലെയാണ് പ്രധാന വെടിക്കെട്ട് ആരംഭിക്കുന്നത്. മിക്ക പൂരം പ്രേമികളും വെടിക്കെട്ടിൻ്റെ കാഴ്ച കാണാൻ രാത്രി മുഴുവൻ ഉറങ്ങാതെ നിൽക്കുന്നു. തൃശ്ശൂരുകാർക്ക് പൂരം ഒരു ഉത്സവം മാത്രമല്ല, ആതിഥ്യ മര്യാദയുടെ സമയം കൂടിയാണ്. സ്വരാജ് റൗണ്ടിൽ നടന്ന അവസാന പരിപാടിയാണ് ഉപചാരം ചൊല്ലിപ്പിരിയൽ. പൂരം ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിടമ്പുകൾ സ്വരാജ് റൗണ്ടിൽ നിന്നും അതത് ക്ഷേത്രങ്ങളിലെത്തിക്കുന്നു. പകൽ വെടിക്കെട്ട് എന്നറിയപ്പെടുന്ന കരിമരുന്ന് പ്രയോഗത്തോടെ ഉത്സവം അവസാനിക്കുന്നു.